വിഷമിച്ചിരിക്കുന്നു വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ റീലും കണ്ടിരിക്കില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ആണ്. ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ലോഗ്. അപ്പൊ ഇന്ന് നമ്മൾ എന്തിനാണുള്ളത്? ഞങ്ങൾ ജസ്റ്റ് ഒരു കപ്പിൾ ചലഞ്ച് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ കപ്പിൾ ചലഞ്ച് ഒന്നും ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കാന്ന് വിചാരിച്ച് എങ്ങനെയുണ്ട് അതെ ചെയ്ത് നോക്കാം. യു ഓർ മീ, അതായത് ഇച്ച ഓർ അച്ചിന, ഇങ്ങനെയാണ് ചലഞ്ച് എടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ഞാൻ കുറച്ച് ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ക്വസ്റ്റ്യൻസ് പറയും. അതില് ഞങ്ങളുടെ ആരാണ് ആരാണ് അച്ഛന ആരാണ് ഇച്ച അതിങ്ങനെ കാണിക്കാം. അതെ, നമുക്ക് നോക്കാം. സമ്മതിച്ചില്ല, നമുക്ക് നോക്കാം. അതെ, നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. ക്വസ്റ്റ്യൻസ് അപ്പൊ ഞാൻ ഫോണിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ പറയാം. എനിക്കറിയില്ല, എനിക്കൊരു ധാരണയില്ല. ഞാൻ പറയില്ല, നാളെ വായിക്കും പറഞ്ഞാൽ മതി. അതെന്താന്നാ, ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചു. ഞാൻ ഇച്ചാനോട് ഏകദേശം ഇങ്ങനെ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇച്ച ഓക്കെ പറഞ്ഞു. പിന്നെ ഇന്ന് പുറത്തൊക്കെ പോയി വന്നപ്പോ പിന്നെ കുറച്ച് ലേറ്റ് ആയി. അപ്പൊ ഇച്ചാനോട് പിന്നെ അതിനെ കുറിച്ച് പറയാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ ഞാനിപ്പോ റെഡി ആയിട്ട് വന്നിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇനി ക്വസ്റ്റ്യൻസ് പറയാ. അപ്പോ ആ ഒരു ടൈമിൽ കിട്ടണ പോലെ ആയിരിക്കില്ലല്ലോ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വരുമ്പോ അങ്ങനെ ആവണത്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് ഓൾറെഡി ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ചോദിക്കാം. അപ്പൊ ആൻസർ പറയണം കേട്ടോ. ഫസ്റ്റ് ചോദിക്കട്ടെ. ഫസ്റ്റ് ഒരു നല്ല ചോദ്യം ചോദിക്കാം അല്ലെ. നമ്മളിൽ ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ആണ്. ഒരഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്കില്ല. അത് ഇച്ചെന്നാണ്. ഇച്ചെന്നേക്കാൾ കൂടുതൽ റൊമാൻറ്റിക് ഒക്കെ ഇച്ചെന്ന്. ആരാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യുന്നത്? അല്ലല്ല മോനെ, അല്ലട്ടാ, ഇച്ചെന്നാണ്. അതെ, ഇച്ചനെ കൊറേ റീല് കാണും. റീൽസ് ഒക്കെ ഇച്ചന കൂടുതലാണത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഏതെങ്കിലും റീൽ അയച്ചെടുക്കുമ്പോ വെച്ചാൽ ഇത് നീ ഇപ്പോഴേ കാണുള്ളൂ. കൂടുതൽ റീലൊക്കെ കാണുന്നത് ഇച്ചന. അപ്പൊ ഇച്ചായിരിക്കും മൊബൈൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ആർക്കാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നത്? അങ്ങനെയാണ്. ആദ്യങ്ങളിൽ ദേഷ്യം വരല് ഇവക്കാണ്. ഫസ്റ്റ് എന്തെങ്കിലും ചെറിയ കാരണം പറ്റുമ്പോ ദേഷ്യം വെക്കല്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതലായിട്ട് അവളത് എനിക്ക് സമ്മതിച്ചില്ല. ആരാണ് ഏറ്റവും കൂടുതൽ ഇമോഷണൽ? ഇപ്പൊ ഞാനിപ്പ അപ്പുറത്തെ വിഷമിച്ചിരിക്കുന്നു വെച്ചാല് നേരത്തെ പറഞ്ഞ പോലെ റീലും കണ്ടിരിക്കില്ല. അങ്ങനെ എല്ലാ വിഷമത്തിനല്ല, അനാവശ്യമായിട്ട് നല്ല ഇടിച്ചിട്ട് വിഷമിച്ചിരിക്കുമ്പോ ഞാൻ മൈൻഡ് ചെയ്തില്ല. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് മാറും ദേഷ്യമൊക്കെ പെട്ടെന്ന് മാറും. പക്ഷെ എനിക്ക് പെട്ടെന്ന് കുറച്ച് ദിവസം കൂടെ കഴിയും. പെട്ടെന്നൊന്നും മാറില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ ആർക്കാണ് ആഗ്രഹം? ഇങ്ങനൊക്കെ രണ്ടാളും അതുപോലത്തെ തന്നെയാണ്. രണ്ടാൾക്കും ഇഷ്ടമാണ്. ദൂരം പോണമെന്നില്ല, എപ്പോഴും ഞാൻ വീട്ടിലിരിക്കുന്ന രണ്ടുപേർക്കും അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പുറത്തു പോകണമെന്നൊക്കെ രണ്ടുപേർക്കും അങ്ങനെ ഇഷ്ടമാണ്. പിന്നെ ആരാണ് ഫുഡി? ഇങ്ങനെ വെക്കാം. ഇവിടെ കഴിക്കണമെന്ന് ഇവിടെ കാണുന്നില്ല. കാണൂല. ഇങ്ങനെ ആക്കാം. പുതിയ പുതിയ ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്.
ഓരോ പുതിയ റീലോ കാര്യങ്ങളോ കാണുമ്പോ കാണുമ്പോ രണ്ടാളും നമുക്ക് അവിടെ അത് പോകാം. അയച്ചു കൊടുക്കും, എന്നിട്ട് അത് കാണാം. അവിടെ പോവാം. ഹണി കേക്കിന്റെ ഒക്കെ മെയിൻ. എന്നാൽ ചിച്ചാക്ക് അങ്ങനെ മധുരത്തിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടാ. അങ്ങനെയുണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ആരാണ് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത്? അയ്യോ ഇല്ല. നീ ഞാനോ? പിന്നെ അടി ഉണ്ടാക്കണത് തുടക്കാരാ സ്റ്റാർട്ട് ചെയ്യണ സ്റ്റാർട്ടിങ്ങിനോളല്ല അടി ഉണ്ടാക്കുന്നത് അവളാണ്. അത് ലാസ്റ്റ് പിടിക്കണത് ഞാനാണ്. പക്ഷെ സ്റ്റാർട്ട് തുടങ്ങുന്നത് അവളാണ്. സമ്മതിച്ചു തരും. ആരാണ് നന്നായി കുക്ക് ചെയ്യുന്നത്? എന്തിനാണ് മാറ്റുന്നത്? ചെയ്യും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന പറഞ്ഞത് ഉണ്ടാക്കണതൊക്കെ നല്ല അടിപൊളിയായിരിക്കും. ഞാനായിരിക്കും. ബാക്കിയൊന്നും ഞാനോട് ഉണ്ടാക്കാറില്ലേ? ദോശ ഉണ്ടാക്കും. തലേ ദിവസം പറഞ്ഞിട്ടുണ്ടാവും ഇച്ചിരി അതിൽ ഉപ്പില്ലട്ടോ, പിറ്റേ ദിവസം ഉപ്പിടാറുണ്ടാക്കി. എന്നിട്ട് മാറില്ല, എന്തോരം വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടല്ല മാറ്റുണ്ടോ? എന്നിട്ട് കറിയില് അതിലും കൂടുതലായിട്ട് ഉപ്പിട്ടാക്കും. ഇങ്ങനെ ആക്കാട്ടോ, രണ്ടുപേരും കുക്ക് ചെയ്യും. ഇച്ചങ്ങനെ ഡെയിലി കുക്ക് ചെയ്യുന്നില്ല എന്നുള്ളൂ. പ്രൊഫഷണൽസ് ഒക്കെ വിശേഷപ്പെട്ട ദിവസങ്ങൾ മാത്രം കുക്ക് ചെയ്യും. ഡ്രസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നതായിരുന്നു? അതെ, ഡ്രസ് ചെയ്യാന് ഞാൻ വേഗം എന്റെ ഡ്രസ് ചെയ്തൊക്കെ വേഗം കഴിയൂലേ? ഇച്ചെങ്ങനെയാണെന്നാ എന്റെ കഴിയാൻ വേണ്ടിട്ട് ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ. അതായത് ഞാൻ പറഞ്ഞ നിങ്ങൾ പറയും, അതായത് ഡ്രസ് ചെയ്യാൻ വേണ്ടിട്ട് സമയം എടുക്കുന്ന ആരാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ? ഡ്രസ് ചെയ്യാൻ എനിക്കായിട്ട് മേക്കപ്പ് ചെയ്ത് സാധനം സെറ്റാക്കി വരുമ്പോഴത്തേന് നല്ല സമയം. ഞാൻ ലാസ്റ്റ് സമയത്താണ് ഞാൻ ഫ്രഷ് ആവും. എനിക്ക് അവളത് കഴിയുമ്പോഴത്തേന് 3-4 മിനിറ്റ് കൊണ്ട് എന്ത് ഞാൻ എല്ലാം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങണം. ബാക്കി ചോറാണ് കേട്ടോ. താഴേക്ക് ഇറങ്ങിയിട്ട് അച്ഛന എന്റെ കർച്ചീഫ് എടുത്തില്ല, അച്ഛന എന്റെ ക്യാപ്പ് എടുത്തില്ല, അച്ഛന. അപ്പൊ ഇത് റെഡി ആവില്ല. ഒരു പാന്റും ഷർട്ട് ഇട്ടിട്ട് കാര്യമില്ല. റെഡി ആയോ എന്നാണ് ചോദിക്കണത്. എന്ത് എന്താണ് ഉത്തരം? ആൻസറേ പറഞ്ഞില്ല. ഷോപ്പ് ചെയ്യുന്നത് ആരും ഏറ്റവും കൂടുതൽ ഷോപ്പ് ചെയ്യുന്നത്? അതല്ല, വീട്ടിലിങ്ങനെ ആയിരിക്കും ഷോപ്പ് ചെയ്യണെന്ന് പറഞ്ഞാ രണ്ടാളെന്ന് പറയാല്ലേ. ഞാനെങ്ങനെ എനിക്ക് കൂടുതൽ പ്രൊഡക്റ്റ് ഒന്നും വാങ്ങില്ല. ഇങ്ങനെ ഇങ്ങനെ ആരാണ് ഏറ്റവും കൂടുതൽ എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്? ഇച്ചാക്ക് പറയുമ്പോ അങ്ങനല്ല. ഇന്ററാക്ട് ചെയ്യണെന്ന് പറഞ്ഞത് വേറൊരു ന്യൂ ആളെ കണ്ടാല് അങ്ങനെ സംസാരിക്കാനൊക്കെ കുറച്ച് മടിയൊക്കെ ഉണ്ടാവും. ഇച്ചങ്ങനെ എല്ലാവരും പുതിയ ഒരാളെ കണ്ടിട്ട് സംസാരിക്കാൻ ഒരു പ്രശ്നമില്ല. നമ്മളറിയുന്ന ആൾക്കാരെന്ന് വെച്ചാല് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് പറയില്ല, അങ്ങനെയല്ല. ഞാന് സംസാരിക്കും, പക്ഷെ അറിയുന്ന ആളാണെങ്കിൽ ഞാൻ മയത്തിലൊക്കെ സംസാരിക്കുള്ളൂ. ഇവിടെ ചാടി കയറി സംസാരിക്കും. അത് അറിയുന്നവരാകുമ്പോ നമുക്ക് കൂടുതൽ. എനിക്ക് അറിയുന്നവരൊന്നുമില്ല, അറിയാത്തവരൊന്നുമില്ല. ഞാൻ വേഗം കമ്പനിയാവും, ഞാൻ വേഗം വർത്താനൊക്കെ പറയും. പക്ഷെ ഇച്ച വേറെ നമ്മ ഇതുവരെയും കാണാത്ത ഒരാളായിട്ട് നമ്മ പുറത്തു പോയിട്ട് സംസാരിക്കുന്ന വെച്ചാൽ അയാളായിട്ട് നല്ല കമ്പനിയാവും. അങ്ങനെ മനസ്സിലായല്ലോ. ആരാണ് മടിയൻ ഓർ മടിയത്തി? ഞാനെന്ത് ഇച്ചനോട് കിടന്നിട്ട് ഇച്ചിന ലൈറ്റ് ഓഫ് ആക്ക്. അച്ഛന ഒന്നാ തീർത്തരോ? ഈ സൈഡ് അരൂരടുക്കുന്നത്, ഇവിടെ അറ്റത്തടുക്കുന്നത്. അപ്പൊ ലൈറ്റ് ഓഫ് ആക്കുന്നത് ആൾക്കല്ലേ അല്ലേ? ലൈറ്റ് ഓഫ് ആക്കണ മാത്രല്ല എല്ലാ കാര്യങ്ങളും തന്നെയാണ്. അച്ഛന അതൊന്നും നിർത്തരോ? അച്ഛന ഇതൊന്നും നിർത്തരോ? പുറത്ത് അച്ഛന ഹെൽമെറ്റ് നിർത്തരോ? ഇത് ഇവിടുന്ന് പോയ ആളായിരിക്കണ്ട. അച്ഛന പേഴ്സ് മറന്ന് മടിയൊക്കെ ഉണ്ട് ഇച്ചാക്ക്. ഇച്ചാ നമുക്ക് ഇന്നൊരു വീഡിയോ എടുക്കാൻ ചാടിയിട്ട് വീഡിയോ എടുക്കാൻ വരും.
അങ്ങനെ വരൂല എന്നല്ല പറഞ്ഞു. കാണുന്നവർക്കറിയാലോ ഇപ്പൊ നമ്മള് എന്നോട് ഈ വീഡിയോ അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇച്ച അങ്ങനെ എന്നാ എടുക്കാം. പിന്നെ ഇന്നലെ ഞാൻ ഈ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോ ടീച്ചറിനെ ഫുഡ് കഴിച്ചിട്ട് ഒന്ന് കേട്ടിരുന്നിട്ട് ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഞാൻ ഫുഡ് കഴിച്ച് വന്ന് അതൊക്കെ എഡിറ്റ് ചെയ്ത് ചെയ്യണം. ഇവക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞോ ഇച്ചയുടെ ഫോണിൽ എടുക്കുമ്പോ എന്റെ ഫോണിൽ എടുക്കുമ്പോ ഞാൻ ഇപ്പൊ അവള് ഫ്രീ ആണ്. ആദ്യം ഇവള് ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പൊ അവള് ഫ്രീ ആണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ചാടി കയറി കണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഉണ്ടാവല്ലോ. അല്ല അപ്പൊ ഇച്ചനോട് പറഞ്ഞ് ഓക്കെ നമുക്ക് വീഡിയോ എടുക്കാം, കുറച്ചേരം ഒന്ന് എടുക്കട്ടെ എന്ന്. പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ അറൗണ്ട് തന്നെ അപ്പൊ തന്നെ വെച്ച് എന്തായാലും ഇച്ച പോണ ടൈമിൽ എണിക്കുള്ളൂ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്തില്ല. അപ്പൊ ഇതാണ് കുഴപ്പം. ഇച്ചക്കണ മടി കൊടുത്തില്ല. ശരിക്കും ഞാനല്ല ഇച്ചയാണ് ഇത് നമ്മളിങ്ങനെ തല്ലു കൊടുത്തത്. ആരാണ് നമ്മളെ കൂട്ടത്തിൽ ബുദ്ധിജീവി? നമ്മളുടെ കൂട്ടത്തിലുണ്ടോ? അതായത് ഞാനും അങ്ങനെ വരുമ്പോ ഇച്ചാണ്. ബാക്കി ഇപ്പൊ മൂന്നാമത്തെ ആള് നിർത്തിയാൽ ഇച്ചെന്ന് ഞാൻ പറയില്ല. ആരാണ് ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത്? കൂടുതൽ ഇച്ചെന്നാണ് ഉറങ്ങിച്ചാ. അതായത് മോർണിംഗ് ഒരു അരമണിക്കൂറിന്റെ അവർക്ക് കൂടുതലായിട്ട് അവള് പറയണേ. അല്ലാണ്ട് ഉറക്കൊന്നുമില്ല. എന്റെ കറക്റ്റല്ലേ? രാത്രി പിന്നെ ഞാൻ വർക്കിന് പോകുമ്പോ ഇവളോട് ഉറങ്ങും. ഞാൻ ഉറങ്ങാറില്ല. അവർക്ക് സമയം ഉറങ്ങിക്കോ ഞാൻ വരുമ്പത്തിനോ ഉറങ്ങിക്കോട്ടാ എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ഉറങ്ങാറില്ല. അപ്പൊ ഇച്ച പോകുമ്പോ ഞാൻ ഫ്രീ ആവും. അപ്പൊ പിന്നെ അൺലിമിറ്റഡ് നെറ്റ് കൊള്ളായിരുന്നു. അപ്പോഴല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇച്ച അവിടെ ഇരുന്നിട്ട് യൂസ് ചെയ്യില്ല. എന്റെ ഇൻസ്റ്റയില് വാട്സപ്പിലൊക്കെ ചാറ്റ് വയ്ക്കാനറിയാം. ഇച്ച എങ്ങനെ അയച്ചോണ്ടിരിക്കുന്നത്. ആരാണ് അടി ഉണ്ടാക്കിയാൽ ആരാണ് ഫസ്റ്റ് വന്ന് സോറി പറയുന്നത്? ഞാന് സംഭവിച്ചിട്ടില്ല. ഞാൻ എന്റെ തെറ്റായാലും ചട തെറ്റായാലും എനിക്ക് അതപ്പൊ തന്നെ തീരണം കഴിഞ്ഞിട്ട് ഞാനൊന്ന് കാണുന്നുണ്ട്. അതെന്താന്നോ, എനിക്ക് ഇപ്പൊ നമ്മ എന്തെങ്കിലും തല്ലുകൂടിയാലും എനിക്കത് ഇപ്പൊ തീരണം. എനിക്ക് കുറച്ച് കഴിയുമ്പോ ഞാനത് മനസ്സിലാക്കിയിരിക്കും. എനിക്കത് തീർന്ന് എന്ന് വിചാരിച്ച് ഞാൻ ചടടുത്ത് വരുമ്പോ ഇച്ച ദേഷ്യം വെച്ചിരിക്കണ്ട. സ്വിച്ചിട്ട പോലെ മാറും. തല്ലുണ്ടാകുന്നവളായിരിക്കും. സ്വിച്ചിട്ട പോലെ മാറും. ഒന്നും അറിയാത്ത പോലെ ആയിരിക്കും. നമ്മൾ അത്രയും ദേഷ്യം കയറ്റി മണ്ടയിൽ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് സ്വിച്ചിട്ട് എനിക്ക് പറഞ്ഞാ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാല് എനിക്കത് അപ്പൊ തന്നെ തീരും. എനിക്കങ്ങനെ പറയാനുള്ളൂ. അങ്ങനെ പറയാനുള്ളൂ. ഞാനല്ല സോറി പറഞ്ഞു എന്താണോന്ന് ചോദിച്ചത്. സോറി ഞാൻ വിളിച്ചില്ലേ? സോറി സമ്മതിച്ചില്ലേ? ഇങ്ങനെ ഇരുന്നിട്ട് ആരാണ് മൂവി അഡിക്റ്റ്? എനിക്കിങ്ങനെ ഇറങ്ങണ ആ ഫിലിമൊക്കെ വേഗം കാണും. ഞാനിങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണുമ്പോ ഇന്ന ഡേറ്റിന് ഇറങ്ങുന്നൊക്കെ പറയുമ്പോ അതപ്പൊ തന്നെ ഇങ്ങനെ കാണണം. ഒരു സമാധാനം ഉണ്ടാവില്ലല്ലേ? അതാദ്യമേ ഉള്ളത്. ഫിലിം അങ്ങനെ അപ്പൊ തന്നെ കാണണമെന്നോ? നല്ല ഫിലിം റിവ്യൂ ഒക്കെ നോക്കിട്ട് ആണല്ലോ പടം. അല്ലാണ്ട് കൂടുതൽ അല്ലാതെ വെറുതെ 2 മണിക്കൂർ വെറുതെ കാണണ്ടല്ലോ. നമുക്ക് ആ സമയം യൂസ്ഫുൾ ആയിട്ട് റീൽ തോന്നാലോ. അതിനല്ല പൈസ കിട്ടുമെന്ന് വെച്ചാല് ഷോർട്സ് കണ്ടിട്ടോ റീൽസ് കണ്ടിട്ടോ പൈസ കിട്ടുന്ന വെച്ചാല് എല്ലാരും who is more organized? അങ്ങനെ വലിയ ഓർഗനൈസ്ഡ് ഒന്നുമില്ല, ചെറുതായിട്ടൊക്കെ. ആ പൈസക്ക് അവിടെയാണ് കൊണ്ടുവന്നേക്ക. അല്ല ഞാനിത് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിട്ടാണ് ഞാനത് വെച്ചത്. ഞാനത് എടുത്ത ഒരു സ്ഥലത്ത് വെക്കൂല.
ഞാൻ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പോയാ കബോർഡൊക്കെ പിന്നെ നോക്കണം. ഇപ്പൊ വരുമ്പോഴത്തേനും ബെഡൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് കബോർഡ് അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്കും സെറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കണമെന്ന് എനിക്കും ആഗ്രഹം. ആഗ്രഹമൊക്കെ പോയി. അപ്പൊ ഞാൻ വരുമ്പോ തന്നെ ആദ്യമൊക്കെ ഞാൻ വരുമ്പോ തന്നെ ഞാൻ അങ്ങനെ വിചാരിക്കും, ഓ വന്നാൽ ഇനി ചട കബോർഡ്, അങ്ങനെയാണ് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ ചട കബോർഡൊക്കെ ഞാൻ പോണെങ്ങനെ അതേപോലെ തന്നെ ഇച്ചന്നെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കും. ബെഡൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കഴിക്കും. ഏറ്റവും കൂടുതൽ പ്ലാൻ ചെയ്യുന്നതായി അതിങ്ങനെ അടിക്കണ്ടേ. എന്റെ ഉമ്മച്ചാറുണ്ടാവും ഇരിക്കുമ്പത്തിനും കാല് നീട്ടുന്നത്. അതാണ് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മ ഇങ്ങനെ ലെവൽ ഇങ്ങനെ പോകും. അതിന് ഇവിടുത്തെ ഉമ്മി പറയുണ്ടാവും. ഉമ്മി അറിയാം രണ്ടുപേർക്കും എങ്ങനെ സാധിക്കുന്നത്, ഇങ്ങനെ രണ്ടുപേരും ഒത്തൊരുമേ എന്തിനും. കാരണം അത്രയും പ്ലാൻ ചെയ്യാന് നടന്നില്ലെങ്കിലും പ്ലാനിങ്ങിന് ഒരു കുറവില്ല. നമ്മ അറിയില്ലേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് പോകില്ല എന്നറിയില്ലേ. ട്രിപ്പിന്റെ അല്ല, അതിന് ചില പോകും. അതിപ്പോ ഇന്ന് പ്ലാൻ ചെയ്ത് ഇപ്പൊ തന്നെ ചില പോകും, അതല്ല. പക്ഷെ വേറെ നടക്കാനുള്ള നല്ല നടക്കണം. പക്ഷെ എന്നാലും വെറുതെ അങ്ങനെ പറയും. ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്നതായി സംശയം. എന്റെ റബ്ബേ, ഇന്നലെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വീഡിയോ എടുക്കാതെ കിടന്നോട്ടോ. എന്നിട്ട് ഞാൻ നോക്കുമ്പോ എനിക്കെന്ന് വെച്ചാൽ ഉറങ്ങാൻ പറ്റണില്ല. ഇച്ചെന്ന് വെച്ചാൽ കൂർക്കം വലിച്ചോണ്ടിരിക്കുന്നു. ഇച്ച ഒരു ദിവസം എന്നോട് പറഞ്ഞ് ഞാൻ കൂർക്കം വലിക്കുമ്പോ ഇങ്ങനെ തട്ടുണ്ട് വെച്ചാൽ പിച്ച കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കും, പിന്നെ തുടങ്ങും. അതേപോലെ തന്നെ ഞാൻ പിന്നെ തട്ടും. അങ്ങനെയാണ് ചിലതറിപ്പില്ല, ചിലത് ഞാൻ ഉറങ്ങിപ്പോകും. ഇതൊരു ദിവസം ഞാൻ ചാണ്ട് പറഞ്ഞ പിച്ചാറിന് അച്ഛന് അത്രയും കംഫർട്ടായിട്ട് നമ്മ അത്ര ഇതില് നല്ല ഇതിൽ അങ്ങനെ ഉറങ്ങുമ്പോഴായിരിക്കും നമുക്ക് കൂർക്കം വലിയെന്ന്. ഞാനപ്പൊ പിന്നെ കൂർക്കം വലിക്കുമ്പോ ഞാൻ വിചാരിക്കും അത്രയും നന്നായിട്ട് ഉറങ്ങണോ, അതുകൊണ്ടല്ലേ വരുന്നത് എന്നൊക്കെ. ഇപ്പൊ മനസ്സിലായി അതൊന്നല്ല. ഇന്നലെ ഞാൻ ആലോചിക്കണേ ഇച്ച നീറ്റിട്ട് ജസ്റ്റ് ഇങ്ങനെ കിടന്നപ്പോ തന്നെ പിന്നെയും കൂർക്കം വലിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായത് അതൊന്നല്ലാന്ന്. ശ്വാസം വലിക്കുമ്പോ ഒരു സൗണ്ട് ഉണ്ടാവില്ലേ. ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇച്ച കൂർക്കം വലിക്കുന്ന അറിയുമ്പോ ഇച്ച ഒരു ദിവസം എനിക്ക് വാട്സപ്പില് വോയിസ് നോട്ട് അയച്ചെന്നായിരിക്കും കേട്ടോ, ഞാൻ കൂർക്കം വലിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കൂർക്കം വലിക്കുന്നില്ല. ഞാൻ വീഡിയോ പറഞ്ഞില്ല അവള് സമ്മതിച്ചിട്ടാണെങ്കിൽ നടന്നു പോകുന്നു. സമ്മതിക്കൂല, ചെറുതായിട്ടുണ്ട്, കുറച്ചുണ്ട്. ഞാൻ നാളത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും ഈ വീഡിയോ. ഇങ്ങനെ അടിക്കാം കുറച്ച് ഞാനുള്ളു. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യന് 20 ക്വസ്റ്റ്യൻ നമ്മ പറഞ്ഞേ. 20 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ലാസ്റ്റ് കേട്ടോ, കെയർലെസ് ആരാണ്? ഇതിങ്ങനെ തന്നെ ഞാൻ പിടിക്കേണ്ടി വരും. കാരണം പറഞ്ഞു നീ പറഞ്ഞു എല്ലാ ഉത്തരം കണ്ടുപിടിച്ചു. സമ്മതിച്ചതല്ല, ഇച്ച മനസ്സുകൊണ്ട് സമ്മതിക്കണം. പറഞ്ഞോ എല്ലാം കെയർലെസ്. ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പത് ഈ ഒരു ഫോണെന്നല്ല, മാസം ഐഫോൺ വാങ്ങാൻ പറ്റുന്ന വെച്ചാൽ അങ്ങനെ വാങ്ങും. ഡിസ്പ്ലേ അന്ന് പറഞ്ഞാ ഒരു പ്രാവശ്യം നമ്മളേന്ന് വീണ്. അപ്പൊ നമ്മ ഇച്ച സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ടില്ല. ഞാൻ ഒരു ദിവസം പറഞ്ഞ ഇച്ച സ്ക്രീൻ കാർഡ് ഒട്ടിച്ചോ? അത് ഒട്ടിക്ക. 2-3 ദിവസം ഇങ്ങനെ പോയി. ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞോടായിരുന്നു. ഞാൻ വിളിച്ചപ്പോ ഹലോ ഇച്ച ആര് മനസ്സിലായി. ഡിസ്പ്ലേ പോയി. കാരണം ഇച്ചാക്ക് കാണില്ല, ഫോണൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പൊ മനസ്സിലായി ആ ഫോൺ പോയിന്ന്. ആ ഫോണെന്നല്ല, ഫോണെല്ലാം പോവും. അതേപോലെ ചാർജറൊക്കെ എന്തോരാണ്. കല്യാണം കഴിഞ്ഞ ഞാൻ വന്നപ്പോ തന്നെ ഇവിടെ ചാർജറില് ഇഷ്ടം പോലെ. കാരണം ഇങ്ങനെ തീരെ ഇങ്ങനെ സൂക്ഷിക്കൂല. അതേപോലെ ക്യാപ്പ്, ചാർജർ, ഫോണ്, ഷൂന്നും പിന്നെയും കുഴപ്പമില്ല. അതെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇച്ചയെ കൊണ്ട് കളയുന്നതൊക്കെ. പിന്നെ
വീഡിയോയിൽ ഇടാൻ പറഞ്ഞു. നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നുണ്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട്, അത് തിരിച്ചതാണ്. കൊല്ലത്ത് പോയെന്ന് ജസ്റ്റ് തിരിച്ചാ. എനിക്ക് ഡൗട്ട് ഉണ്ട്, പൊട്ടിച്ചുകാണ്ട് ബാഗിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്കിയപ്പോ പൊട്ടിയതാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. റീലൊക്കെ എടുത്ത പിന്നെ അതിന് അതിന് ശേഷം അത് ചുരുളയ്യാത്തൊരു രഹസ്യമാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്കിയുള്ളൂ പ്രശ്നം പൊട്ടിച്ചുകാണെ വെച്ചിട്ടുണ്ടാവും. അതുപോലെ അപ്പൊ നമ്മളെ 20 ക്വസ്റ്റ്യൻസ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ടായിരുന്നുള്ളൂ ക്വസ്റ്റ്യൻസ്. അപ്പൊ ആര് വിൻ ചെയ്ത്? അയച്ചാടെ പേര് കൂടുതൽ വന്നോണ്ട് അല്ല, നല്ല കാര്യങ്ങൾ കഴിച്ചിട്ട് ഞാൻ തന്നെ ആയിരിക്കും. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ കൂടുതൽ കപ്പിൾ ചലഞ്ച് ഒക്കെ ചെയ്യാൻ നോക്കാം, ശ്രമിക്കാം. ഇതിന്റെ റെസ്പോൺസ് ഒക്കെ അനുസരിച്ചായിരിക്കും നമ്മൾ ഇനി ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാലേ കമന്റ് ചെയ്യാനുള്ളൊരു മടി എന്ന് പറഞ്ഞാൽ, അന്ന് ഞാൻ ഫ്രണ്ട്സ് ആയിട്ട് പോയില്ലേ, ഓരോന്ന് കമന്റ് ചെയ്യണമെന്നുണ്ട് അവർക്ക് നാണക്കേട് മാത്രമേ അന്നൊക്കെ കമന്റ് ചെയ്യാതെ. അപ്പൊ കുറെ പേർക്ക് അങ്ങനെ ആയിരിക്കും, നാണക്കേട് വിചാരിക്കണ്ട, കമന്റ് തരുന്നതായിരിക്കും. അതെ, ഏതൊക്കെ വീഡിയോസ് ചെയ്യണം, ഇങ്ങനെയൊക്കെയാണ് ഇനി ഞങ്ങൾ എന്നും വരേണ്ടത്, ഏതൊക്കെ വീഡിയോസിലായിരിക്കണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം. ഇതാണ് കുറച്ച് ലാഗ് അടിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.